ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കണത് ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫോണിൻ്റെ കവറുമായിട്ടാണ്. ഈ കവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കവറായിരുന്നു. ഇപ്പം ഇതിൻ്റെ സൈഡിലെ ആ ഭാഗമൊക്കെ ആകെ വിട്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഫോണൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഫോൺ വെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കവർ എന്തിനാണ് സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷേ എനിക്ക് കവറും ഈ ബട്ടർഫ്ലൈനെ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊന്ന് റീയൂസ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചു. ഇതിനെങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബട്ടർഫ്ലൈ ഉള്ള ഭാഗം ഒന്ന് വെട്ടിയെടുക്കണം. ഈ ഫോൺ കവർ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചായിരുന്നു. മീഷോ എന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എന്ന് ഓർക്കണില്ല. 162 രൂപയായിരുന്നു മേടിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ട് ഇത് മേടിച്ചിട്ട്. ആദ്യം തന്നെ ഞാൻ ബട്ടർഫ്ലൈയുടെ ആ പോർഷൻ മാത്രം വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർഫ്ലൈ മാത്രമായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനതിനെ ചുമരിലേക്കൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ഓൾറെഡി ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിട്ട്. അപ്പോൾ ഞാൻ വേറെ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഇങ്ങനെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഈ ഡ്രസ്സിലേക്ക് വെച്ച് നോക്കി. ഡ്രസ്സ് വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കളറാട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഹെയർ ആക്സറീസ് ആക്കാൻ പറ്റുമോ നോക്കി. അതും കുഴപ്പമില്ല. ഇത്തിരി വലിപ്പം വലിപ്പം കൂടുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ച മുകളിലേക്ക് ഒന്ന് ആക്കി നോക്കാം, ഭംഗിയില്ലെങ്കിൽ ഡ്രസ്സിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ തലഭാഗം വരുന്നതിൻ്റെ അവിടെ ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കണം. ആ ഹോളിട്ട് കൊടുത്തിട്ട് അവിടെ എൻ്റെ കയ്യിൽ ചെറിയൊരു കുളത്തുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു പഴയ ലോങ് ചെയിനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു മാലയായിരുന്നു, വലിയ ലോക്കറ്റൊക്കെ ഒരു മാലയായിരുന്നു. ബ്ലാക്ക് മുത്ത് പോലെ കേട്ടോ, നല്ല രസമുള്ള മാലയായിരുന്നു. അപ്പോൾ അതെടുത്തു. അതിൻ്റെ കൂടെ വേറൊരു മാലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മാല നോക്കിയിട്ട് കാണാനില്ല, അത് നോക്കണം. പിന്നെ ലാസ്റ്റ് കിട്ടി ഇതാ ഒരു ഗോൾഡൻ കളറിൽ ഒരു മാലയും കൂടെ ഞാൻ പഴയതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടും എടുത്തു വന്നിട്ട് ഈ പെൻഡൻ്റ് ഏതിനാ ചേരാൻ നോക്കാമെന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ നമ്മുടെ ബ്ലാക്കിൻ്റെ കൂടെയായിരുന്നു അത് ഭംഗി. എന്നിട്ട് ഞാൻ കുളത്തൊക്കെ ഇട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. നല്ല ചൂട് തന്നെ ഫാനൊക്കെ ഇട്ടിട്ടാട്ടിരിക്കണം. അതാണ് കൊണ്ട് ബട്ടർഫ്ലൈ പറന്നുകൊണ്ടിരിക്കുക. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇട്ട് നോക്കാൻ റെഡി ആയിട്ട് നമ്മുടെ ആമ്പലുമോൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം. അപ്പോൾ മോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇട്ട് നോക്കി. സത്യം പറഞ്ഞാൽ ഇതിനെ പെണ്ടൻ്റാക്കി മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴും ഇനി ഇത്ര നല്ല റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഡ്രസ്സിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഈ ഡ്രസ്സിൻ്റെ കളറും ആ പെണ്ടൻറ്റിൻ്റെ കളറും കൂടെ വരുമ്പോൾ ഞാൻ തോന്നുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറേ നേരം ഷോ കാണിക്കായിരുന്നു. ആമ്പലുമോളിലാണ് ദേഷ്യം വന്നു തുടങ്ങി അവൾക്ക് ഇട്ട് കൊടുക്കാത്തതിന്. ഇങ്ങനെ വേസ്റ്റായി പോകേണ്ട സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എടുക്കാറുണ്ടെങ്കിലും ഇത്ര എൻ്റെ മനസ്സിന് സംതൃപ്തി തോന്നിയിട്ടൊരു സാധനം വേറെ ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായോ ഇല്ലയോ, ഇതെങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. എനിക്കിത് കഴുത്തിൽ നിന്ന് ഊരിയെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആമ്പലുമോളോടെ വെയിറ്റിംഗ് ആയിരുന്നു ഇട്ട് നോക്കാനായിട്ട്. പിന്നെ ആമ്പലുമോൾക്ക് ഇട്ട് കൊടുത്തു. മോൾക്ക് ഇത്തിരി വലിപ്പം കൂടുതലുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല കേട്ടോ, ചേരുന്നുണ്ട് കാണാനായിട്ട്, ഭംഗിയുണ്ട്. അപ്പം മോള് കുറച്ചേരൊക്കെ ഇട്ട് നോക്കി. പിന്നെ അവളുടെ വക ഷോ ആയിരുന്നു. പിന്നെ മോളി വെച്ചങ്ങനെ ഹെയർ ബോയ് ഞാൻ ഉണ്ടാക്കി കൊടുത്തതായിരുന്നു കേട്ടോ. അതെങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ആമ്പലിനെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം. അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ തർക്കമായി. അവസാനം ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു, ഇത് ആരാർക്കും സ്വന്തമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറി മാറി എടുക്കാമെന്ന്. ഇത് കണ്ടോ, ഞാനാണെങ്കിൽ ആ ബട്ടർഫ്ലൈനെ വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വലിയ പീസ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചതാ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്ത് ആമ്പലുമോളുടെ പണിയാണ്, അതിനെ കുരുകുരാന്ന് ഇതുപോലെ വെട്ടി വെച്ചു. അപ്പോൾ ഞാനവിടെ മാറ്റി വെച്ചാൽ ആ പീസ് വെച്ച് എനിക്ക് അതിന് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു പീസ് വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന നേരത്തെ വരെ ആശാത്തി അവിടെ ഇരുന്ന് ബാക്കിയുള്ള കഷ്ണങ്ങളോടെ വെട്ടി നുറുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബായ്. അയ്യോ പോകാൻ പറ്റേ, ഇത് നമ്മുടെ ഗീവ് അവേ വീഡിയോയും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് കുറേ പേരൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി മാറ്റി വെച്ചതിനും കമൻറ്റ് ഇട്ടതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിർഭാഗ്യവശാൽ ആരും തന്നെ കറക്റ്റ് ഉത്തരം പറഞ്ഞിരുന്നില്ല. എല്ലാവരും ബട്ടർഫ്ലൈനെ വെട്ടിയെടുത്ത് നമ്മൾ വേറൊരു ഫോൺ കേസ് ഉണ്ടാക്കും, അതുപോലെ കീ ചെയിൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഗീവ് അവേ കിട്ടില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഗീവ് അവേ ഒക്കെ ഇടാം. നമുക്ക് ഒത്തിരി വലുതും നമുക്ക് പറ്റില്ല, ചെറിയ ഗീവ് അവേ ഒക്കെ ഇടാം കേട്ടോ. അപ്പോഴും നിങ്ങൾ വന്ന് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ.